ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സ്റ്റഫ്ഡ് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിന് പകരം നോൺ വെജും ഒക്കെ വെക്കാം കേട്ടോ. സോയ ചങ്ക്സും അങ്ങനെ അതൊക്കെ വെക്കാം. പനീർ വേണമെങ്കിൽ പനീർ വെക്കാം, എല്ലാം വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പൊട്ടറ്റോ വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോ ആദ്യം തന്നെ പുഴുങ്ങി അവിടെ മാറ്റി വയ്ക്കുക. വെള്ളമൊന്നും ഇല്ലാണ്ട് എടുത്തോളൂ കേട്ടോ. ആകെ വെള്ളത്തിൽ കുഴയാത്ത പോലെ പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, സവാള, ഇത് എല്ലാതും കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞിടണം. അപ്പോൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം സവാള ചേർത്ത് കൊടുത്തത്. ഇന്ന് വാടിക്കിട്ടാനാണ് കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങ് അവിടെ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ സവാള നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്തത്. അത് പിന്നെ മാംഗോ പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. പിന്നെ കായത്തിൻ്റെ പൊടി കുറച്ച് ചേർത്തു. ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കിട്ടണം, വെള്ളം ഒട്ടും പാടില്ല. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് പുഴുങ്ങുമ്പോൾ അതിലത്തെ വെള്ളം കൂടെ ഇതിൽ പെടാൻ പാടില്ല. അത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക, ഒരു കട്ട പോലും ഇല്ലാണ്ട്. എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണ്ടില്ലേ, ഒട്ടും വെള്ളമില്ല, ഇതുപോലെ വേണം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണതല്ലേ, അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ എടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കുക. മസാലയിൽ ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. നമ്മൾ ചപ്പാത്തിക്ക് അവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് അതേ ഉപ്പിടുമ്പോൾ പാകത്തിന് ഇട്ടോളാം, കാരണം ഈ ഫില്ലിങ്ങിൽ ഉപ്പുള്ളതല്ലേ. അപ്പോൾ അതേ നമ്മൾ കുറേ മുന്നേ തന്നെ ആ മസാല ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കുഴച്ച് വെച്ചതാണ്. അപ്പോൾ സാധാ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ മാവ് എടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇത്തിരി കനത്തിൽ വരുത്തണം. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ അടിയിൽ കൊള്ളുന്ന അത്ര വട്ടത്തിൽ ആദ്യം പരത്തിയെടുക്കുക. കനം കുറയ്ക്കരുത്, വലിയ ബോൾസ് എടുത്തിട്ട്. പിന്നെ നമ്മൾ ആ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അത് ആ മസാലക്കൂട്ട് ഒരു ചെറിയ ബോളാക്കിയിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ നിറയ്ക്കുക. നമ്മളെല്ലാതും അങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവസാനം പരത്തിയാൽ മതി. ഇതിപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചതാണ് പരത്തുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പരത്തിയാൽ മതി, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇത് നല്ല ചൂടുള്ള ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ല ചൂടുള്ള തവയിൽ ഇട്ട് കൊടുക്കുക. മുകളിൽ കുറേശ്ശെ നെയ്യോ ബട്ടറോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക. നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി റെഡി. ഇത് പിന്നെ കറിയൊന്നും വേണ്ട, തനിയെ കഴിക്കാൻ പറ്റും. സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്.